ഹലോ ഏവർക്കും മാർട്ട് ഫ്രെയിം സാജിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക വീട്ടിൽ. മഴ കനത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം പോകുമോ എന്നുള്ള പേടിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ദിവസം സംസാരിക്കേണ്ട ഒരു വിഷയം അതുതന്നെയാണ്. ഈ മഴ ഇങ്ങനെ പോയാൽ എങ്ങനെയാവും പ്രതിഫലിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള പഠനങ്ങളെയൊക്കെ ആധാരമാക്കിയിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, മഴയെ പറ്റിയുള്ള കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രദ്ധിക്കണം. ആ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൂടെ ശ്രദ്ധിക്കണം. കാരണം സമൂഹത്തിന് നമ്മളുടെ കൂടപ്പിറപ്പുകൾക്കും ഒക്കെ ആപത്തനർത്ഥങ്ങളൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വിവരങ്ങളോടെ അവരിലേക്ക് പാസ് ചെയ്യാനും ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോയിലെ ആ ഉള്ളടക്കം എന്താണെന്ന് കൂടി ഞാനൊന്ന് പറയാം. കാരണം ഇന്ന് ഇപ്പോൾ എൻ്റെ സമീപദേശത്തും സമീപ നാടുകളിലുമൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പേര് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് മരിക്കുകയുണ്ടായി. അതായത് അശ്രദ്ധ മൂലം അവർ ഫിഷിങ്ങിനും ഒക്കെ ആയിട്ട് പോയ സമയത്തൊക്കെ ആയിട്ട് അവർ അശ്രദ്ധ മൂലം വെള്ളത്തിൽ അകപ്പെട്ട് മരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും എത്രമാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാടൊന്നും ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതിന് മുമ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. മഴ വളരെ ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചിട്ട് നമ്മളുടെ ദേശമൊട്ടാകെ ഇങ്ങനൊരു വെള്ളത്തിൻ്റെ ആ ഒരു മൂടൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവോടുകൂടി പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലുള്ള സമതലങ്ങളായിട്ടുള്ള കൃഷിനിലങ്ങളെല്ലാം ഏകദേശം നിറഞ്ഞു കവിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. റോഡുകളിലൊക്കെ വെള്ളം മുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും നമ്മൾ വാർത്താ ചാനലുകളിലൊക്കെ കാണുന്നത് പോലെ വലിയ വലിയ മഴയുടെ ദുരന്തങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടെത്തുന്ന ഈ ഒരു മഴ നമുക്ക് വിതയ്ക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ വേനൽ മഴ അതിൻ്റെ അവസാനം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാണുന്നത്. പഴയകാല രീതി അനുസരിച്ച് നമ്മൾ ജൂൺ 1 തൊട്ടാണ് ഈ ഒരു കാലവർഷം എന്നുള്ള രീതിയിലേക്ക് ഈ മഴയെ കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് മെയ്യിൽ വന്ന ആ ഒരു വേനൽ മഴ എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്നുള്ളതിൻ്റെ രീതിയിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ആ ഒരു സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ തന്നെ സമനിലങ്ങളെല്ലാം നിറഞ്ഞു കഴിയുന്ന രീതിയിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാലവർഷത്തേക്കൂടെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ദേശങ്ങളിൽ മഴയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലോർക്കുക, മറ്റു ദേശങ്ങളിലൊക്കെ പെയ്യുന്ന മഴ ആറ്റിക്കൂടെയും തോട്ടിക്കൂടെയൊക്കെ നിങ്ങളുടെ ദേശത്തേക്ക് എത്താമെന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മുടെ ദേശത്തൊക്കെ മഴയില്ലാത്തപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇവിടെയെങ്കിലും മഴയില്ല, എല്ലാം കഴിഞ്ഞു തോന്നുന്നു. കിഴക്കൻ നാടുകളിലൊക്കെ വലിയ വലിയ മഴകൾ പെയ്യുന്നുണ്ട്, ഇടിയും വെട്ടി വളരെ പെട്ടെന്ന് പെയ്യുന്ന മഴകൾ. ഇപ്പോൾ ഉള്ള മഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഏരിയയിൽ വളരെ കുറഞ്ഞ ആ ഒരു സമയത്ത് വളരെ കൂടിയ മഴ, അതായത് വളരെ ഉയരത്തിൽ നിന്ന് വീഴുന്ന പോലത്തെ മഴത്തുള്ളികളാണ്, കാഠിന്യമുള്ള വലിയ പ്രഷറോട് കൂടിയ മഴത്തുള്ളികളാണ് വീഴുന്നത് എന്നുള്ള രീതിയിലാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വെള്ളവുമായിട്ടാണ് ഇത് കണ്ടെയ്ൻ ചെയ്തിട്ടാണ് വീഴുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രളയത്തിലേക്ക് ആ ഒരു ദേശത്തിനെ ഒന്നാകിട്ട് പെട്ടെന്നൊന്ന് മുക്കിക്കളയാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രളയം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അങ്ങനെ ഓരോ മിനി പ്രളയങ്ങളായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കാലാവസ്ഥ വെച്ചിട്ട് ഈ ഒരു പ്രളയം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശമൊട്ടാകെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഇനിയുള്ള മഴകൾ എക്സസ് ആണ്. ഇപ്പോൾ നമ്മുടെ തോട്ടപ്പള്ളി, തണ്ണീർമുക്കം, ബണ്ട് അങ്ങനെ തുടങ്ങിയ കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ കിഴക്കൻ നാടുകളിൽ നിന്ന് വരുന്ന മലയോര മേഖലകളിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളത്തെ കടലിലേക്ക് തള്ളുന്നത്. അപ്പോൾ എങ്കിലേ ഈ കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിലും ഇങ്ങനെയുള്ള പൊഴികൾ മുറിക്കുമ്പോഴും അല്ലെങ്കിൽ ബണ്ട് തുറന്ന് വിടുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, കടൽ അതിനേക്കാട്ടിലും ഉയർന്നു നിൽക്കുകയാണ്. അതായത് ഇങ്ങോട്ട് വരുന്ന വെള്ളത്തെക്കാട്ടിലും കടൽ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ വെള്ളം തിരിച്ച് കയറാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതായത് വെള്ളത്തെ അങ്ങോട്ട് വലിക്കില്ല. കടൽ താഴ്ന്നു കിടക്കുമ്പോൾ മാത്രമേ ഈ വെള്ളത്തെ അങ്ങോട്ട് വലിക്കുള്ളൂ. അപ്പോൾ അതായത് കടൽ പൊങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ഒരു ശമനം ഉണ്ടാവില്ല. അതായത് വെള്ളം താഴ്ന്ന് വലിഞ്ഞ് കടലിലേക്ക് പോകില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷമായിട്ടുള്ള എണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പടരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും എല്ലാ ദേശങ്ങളിലുള്ള എല്ലാ പാടശേഖരങ്ങളും അല്ലെ എല്ലാ കുഴികളും ഒക്കെ നിരന്ന് വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. റോഡിനോട് പറ്റിച്ചേർന്നും റോഡിന് മുകളിലും ഒക്കെ ആയിട്ട് ഇടത്തോ വിയോരം ഭാഗമൊക്കെ വളരെ വലുതായിട്ട് മുങ്ങിയിട്ടുള്ളതായിട്ട് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഇനിയും വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനപ്പുറമായിരിക്കും. തീർച്ചയായിട്ടും ഇനി വീഡിയോ ചെയ്യുന്നിടം വരെ നമുക്ക് മറ്റു ദുരന്തങ്ങളൊന്നും എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും പറയുകയാണ്, നമ്മൾ മുൻകാലങ്ങളിലെ
ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പൊത്തുമല ആയിക്കോട്ടെ, മുണ്ടക്കൈ ആയിക്കോട്ടെ, ചൂരൽമല ആയിക്കോട്ടെ, അങ്ങനെയുള്ള ദുരന്തങ്ങൾ മുന്നിൽ നമ്മൾ കണ്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷവും അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായേക്കാം. ഇതാരും വരുത്തി വെക്കുന്നതോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് വരുത്തുന്നതോ ഒന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നിരന്തരമായിട്ട് പെയ്യുന്ന മഴവെള്ളം ആ ഭൂമിയിലേക്ക് അടിഞ്ഞുകൂടുകയും ആ ഭൂമിയുടെ മണ്ണിനെ അത് വളരെ നേർത്തതാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്പോഞ്ചിൻ്റെ പോലത്തെ എഫക്റ്റിൽ ഇങ്ങനെ ആ ഒരു പിടുത്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വലിയ മഴ അതിനെ ഒന്നായിട്ട് ഒഴുക്കിക്കൊണ്ട് വരുന്ന അവസ്ഥയാണ്. നമുക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അവിടെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ദുരന്തത്തിലാകപ്പെട്ടവരോ ഒന്നും ചെയ്തിട്ടുള്ളതാവണമെന്നില്ല. എങ്കിൽ പോലും താഴെയുള്ള ക്വാറികളും അല്ലെങ്കിൽ താഴെയുള്ള അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ മൂലമാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ സൗകര്യപൂർവ്വം മറച്ചു വയ്ക്കുകയാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഖനനങ്ങളും അല്ലെങ്കിൽ മല ഇടിച്ച് നിരത്തുന്നതായിട്ടൊക്കെ ഒത്തിരി പരിപാടികൾ നടക്കുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയും ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടലുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം കൂടി ഇതിലേക്ക് കലർന്നാലോ ഇതിലേക്ക് എത്തിയാലോ ഉള്ളാവുന്ന അവസ്ഥ ഭയങ്കരമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. കൂടാതെ ഡാമുകളിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഡാമുകളിൽ KSEB എന്ന് പറയുന്ന നമ്മളുടെ വൈദ്യുതി ബോർഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടും താഴ്ത്തിയായിരുന്നു വെള്ളം ക്രമീകരിക്കേണ്ടത്. പക്ഷേ അവർ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഴ ഉണ്ടാവുമോ അല്ലെങ്കിൽ മഴ കിട്ടുമോ എന്നുള്ള മഴയുടെ ലഭ്യതയെ ആ ഒരു പേടിച്ചിട്ട് അവർ ശരിക്കും കുറച്ചൊന്ന് കരുതി വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ. എത്രമാത്രം കൃത്യമാണെന്നറിയില്ല. എങ്കിൽ പോലും അറിയുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് അങ്ങനെ കരുതി നിർത്തിയ വെള്ളത്തിൽ നിന്നാണ് ഇനിയും ഒരു അപകടം നമുക്കുണ്ടാവാൻ വേണ്ടി പോകുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കരുതി നിർത്തിയേക്കുന്നത് കൊണ്ട് കൂടാതെ വരുന്ന എക്സസ് വരുന്ന മഴവെള്ളം പെട്ടെന്ന് തന്നെ ഈ ഡാമിനെ നിറയ്ക്കുകയും ഡാമിനെ തുറന്നു വിടുകയല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡാം തുറക്കുന്ന വെള്ളം കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ പ്രളയം, അതായത് 2018 സമാനമായിട്ടുള്ളൊരു വലിയ പ്രളയമായിരിക്കും നമ്മളെയൊക്കെയും കാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും. എങ്കിലും നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്കിനി ഈ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് നോക്കിയിരിക്കാം ഇതെന്താണ് നടക്കാൻ പോകുന്നത്. ഒന്നും നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. എങ്കിൽ പോലും നമുക്ക് നോക്കിയിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതല്ലാതെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ ഈ വക ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ എന്ത് വന്നാലും അതിജീവിക്കാൻ കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നൊരു വസ്തുത കൂടെയാണ്. മുമ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കൂടെയാണ്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് സ്ഥലത്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കാസർഗോഡോ കണ്ണൂരോ പാലക്കാടോ മലപ്പുറമോ നിങ്ങൾ തിരുവനന്തപുരമോ എവിടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോട്ടയമോ ഇടുക്കിയോ എവിടോ ആയിക്കോട്ടെ, നിങ്ങൾ നിൽക്കുന്നൊരു ചുറ്റുപാടിൽ നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളുടെയൊക്കെ സുരക്ഷിതത്വം നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. കാരണം പെയ്യാൻ പോകുന്ന അങ്ങനെ വലിയൊരു മഴയാണ്. പറയത്തക്ക ആ ഒരു സജ്ജീകരണങ്ങളൊന്നും നിങ്ങൾക്ക് നോക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് മരങ്ങൾ ഒടിഞ്ഞു വീഴാതെയും ഒഴുക്കിൽപ്പെട്ടു പോകാതെയും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് തെന്നി വീഴാതെയും ഒക്കെ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ജാഗ്രത, കുറച്ച് ശ്രദ്ധ നിങ്ങൾക്ക് കൂടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി അറിയില്ല, അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇനി ഒരു പ്രളയത്തെ കൂടി ആണോ എന്ന് എനിക്കറിയില്ല. 2018 പോലെ ഒന്നുകൂടി ഒരു പ്രളയം ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാർ അനുമാനിക്കുന്നത്. എങ്കിലും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വത്തെ നമ്മൾ നോക്കണമെന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരുതലുണ്ടായിരിക്കണമെന്നും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പത്തെ ആ ഒരു വീഡിയോ കൂടെ കാണാം, അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഈ ഒരു വീഡിയോയുടെ താഴെ എഴുതിയിടുമെന്നുള്ള പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.